നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി ഓൺ വീൽസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ദൂരയാത്ര പോയാലോ? കോങ്കോയുടെയും റുവാണ്ടയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നിത്യഹരിത വനമായ വിബിണ്ടി ഇംപെനിട്രബിൾ നാഷണൽ പാർക്കിൽ പോയി ഗൊറില്ലയെ കണ്ടാലോ? കമ്പാലയിൽ നിന്നും ഏകദേശം 550 കിലോമീറ്റർ ദൂരമാണ് വിബിണ്ടി പാർക്കിലേക്കുള്ളത്. വഴിയുടെ ഇരുവശവും നീണ്ടു പരന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾ, നോക്കത്താ ദൂരത്തോളം കാണുന്ന വാഴത്തോട്ടങ്ങൾ എടുത്തു പറയേണ്ടവയാണ്. വാഴയ്ക്ക വെച്ചുണ്ടാക്കുന്ന മട്ടോക്കെ ഉഗാണ്ടക്കാരുടെ ഒരു പ്രധാന ഭക്ഷണ വിഭവം ആണ്. ഈ കാണുന്നതിൽ ആഫ്രിക്കക്കാരൻ്റെയും പഞ്ചാബിയുടെയും ഗുജറാത്തിയുടെയും എന്തിന് മലയാളികളുടെ വരെ തോട്ടങ്ങൾ ഉണ്ടാവാം. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഭിവണ്ടി പാർക്കിൽ എത്തിച്ചേരാൻ ഏകദേശം 80 കിലോമീറ്റർ ദൂരം മൺ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. താമസിക്കുന്ന ലോഡ്ജിനനുസരിച്ച് കുറച്ച് ദൂര വ്യത്യാസം വരാം. വനത്തിനും കൃഷിയിടങ്ങൾക്കും ഇടയിലൂടെ മലകളിൽ കൂടി വളഞ്ഞും പുളഞ്ഞുമുള്ള ഈ യാത്ര ഒരേ സമയം സാഹസികവും മനോഹരവുമാണ്. തട്ടുകളായി കിടക്കുന്ന കൃഷിയിടങ്ങളും ഇടയ്ക്ക് കാണുന്ന ആഫ്രിക്കക്കാരുടെ തനതായ ആവാസ സ്ഥലങ്ങളും നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്നു. വനത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗോറില്ല ക്ലോസപ്പ് എന്നൊരു ബഡ്ജറ്റ് ലോഡ്ജിലാണ് താമസം ബുക്ക് ചെയ്തിരിക്കുന്നത്. ലോഡ്ജിനോട് അടുത്തപ്പോൾ വഴിമൊത്തം കോടമഞ്ഞ് പുതച്ച് കിടക്കുന്നു. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഇടുക്കിയിലെ മലനിരകൾ ആണ് മനസ്സിലേക്ക് കടന്നു വന്നത്. ലോഡ്ജിലെത്തിയ ഞങ്ങളെ നടത്തിപ്പുകാരൻ സേഫ് സ്വീകരിച്ചു കോഫി സൽക്കാരം നടത്തി. സ്ഥലത്തിൻ്റെ ഉയരക്കൂടുതൽ കാരണം നല്ല തണുപ്പും ശ്വസിക്കാൻ ചെറിയൊരു വിഷമവും എല്ലാവർക്കും അനുഭവപ്പെട്ടു. അധികം താമസിക്കാതെ തന്നെ രാത്രി ഭക്ഷണവും കഴിച്ച് കിടക്കയിലേക്ക് മറിഞ്ഞു. കമ്പിളിപ്പുതപ്പിനുള്ളിലും നല്ല തണുപ്പ്. അടുത്ത ദിവസം രാവിലെ ചെറിയൊരു മഴയാണ് ഞങ്ങളെ വരവേറ്റത്. ഭിവണ്ടി ഒരു നിത്യഹരിത വനമാണ്. ദിനവും മഴ പെയ്യുന്നത് ഇവിടെ സാധാരണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ നിന്നു. പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് 7:30 പാർക്കിൻ്റെ ഗേറ്റിലേക്ക് യാത്ര തിരിച്ചു. ഉഗാണ്ട വൈൽഡ് ലൈഫ് അതോറിറ്റിയുടെ ഓഫീസിൽ വെച്ച് ഗൊറില്ല ട്രക്കിങ്ങിനെ കുറിച്ച് ചെറിയൊരു വിവരണവും രജിസ്ട്രേഷനും നടത്തിയ ശേഷം ട്രക്കിങ്ങിലേക്ക് കടന്നു. ഞങ്ങൾക്ക് എക്സ്മസ് എന്നൊരു ഗൊറില്ല ഗ്രൂപ്പാണ് ട്രാക്ക് ചെയ്യാൻ കിട്ടിയത്. ഭിവണ്ടി വനത്തിലെ പല ഭാഗങ്ങളിൽ ഗ്രൂപ്പുകൾ ആയാണ് ഗോറില്ലകൾ താമസിക്കുന്നത്. 10 ടൂറിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് ഓരോ ഗ്രൂപ്പിനെയും ട്രാക്ക് ചെയ്യാറ്. അതിരാവിലെ വനത്തിലേക്ക് പോകുന്ന ഗോറില്ല ട്രാക്കർമാർ അവയുടെ ലൊക്കേഷൻ നമ്മുടെ കൂടെ വരുന്ന ഗാർഡുമാരെ അറിയിക്കുന്നു. സാധാരണയായി 6 മുതൽ 8 മണിക്കൂറാണ് ഗോറില്ല ട്രക്കിങ്ങിന് വേണ്ടി വരുന്നത്. നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടുന്ന ഒന്നാണ് ഗോറില്ല ട്രക്കിംഗ്. ജനസംഖ്യാ വർധനവ് ഭിവണ്ടി വനത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എങ്ങും മരങ്ങൾ വെട്ടി നശിപ്പിച്ച് സ്ഥലം കയ്യേറിയിരിക്കുന്ന കാഴ്ചകൾ. ഭിവണ്ടി ഗോറില്ലകൾക്ക് വേണ്ടിയുള്ള നാഷണൽ പാർക്ക് ആക്കിയപ്പോൾ കാലാകാലങ്ങളായി വനത്തിൽ താമസമാക്കിയിരുന്നവരെയെല്ലാം കുടിയൊഴിപ്പിക്കുകയുണ്ടായി. വനത്തിനോട് ചേർന്ന് അവർക്ക് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കി കൊടുക്കുകയും അവരെ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ തേയിലത്തോട്ടം ആണ് ഈ കാണുന്നത്. പൊക്കക്കുറവ് കൊണ്ട് പ്രശസ്തരായ പിഗ്മികളും ഇങ്ങനെ കാട്ടിൽ നിന്നും പുറത്താക്കിയവരിൽ പെടുന്നു. ഇന്ന് 3 രാജ്യങ്ങളിൽ മാത്രമാണ് മൗണ്ടൻ ഗോറില്ലകളെ കാണുവാൻ കഴിയുന്നത്. ഉഗാണ്ട, റുവാണ്ട, പിന്നെ DR കോങ്കോ എന്നിവയാണവ. ഈ 3 രാജ്യങ്ങളിലും കൂടി 800-ൽ താഴെ മൗണ്ടൻ ഗോറില്ലകൾ മാത്രമാണുള്ളത്. അതിനാൽ തന്നെ ഇവ അതീവ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ഗണത്തിൽപ്പെടുന്നു. ഉഗാണ്ടയിൽ ഒരു ഗോറില്ല പാസിന് $600 ആണ്. ഗോറില്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായി 2021 മാർച്ച് അവസാനം വരെ $300 കുറച്ചിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറത്തെ വനയാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ഗോറില്ലകളെ കാണുവാൻ സാധിച്ചു. മനുഷ്യനുമായി ജനിതക ഘടനയിൽ വളരെ സാമ്യമുള്ള ഗോറില്ലകൾ ചെറിയ ഗ്രൂപ്പുകൾ ആയാണ് താമസം. സിൽവർ ബാക്ക് എന്നറിയപ്പെടുന്ന ആൺ ഗോറില്ലകളാണ് ഗ്രൂപ്പിനെ നയിക്കുന്നത്. മിക്ക ഗ്രൂപ്പുകളിലും 1-2 ആൺ ഗോറില്ലകളാണ് ഉണ്ടാവാറുള്ളത്.
എന്നാൽ ചില ഗ്രൂപ്പുകളിൽ 4 അതിൽ കൂടുതലോ സിൽവർ ബാക്കുകൾ കാണാറുണ്ട്. ഗ്രൂപ്പുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സിൽവർ ബാക്കുകൾ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട്. പൊതുവെ സസ്യാഹാരിയായ ഗൊറില്ലകൾ ചിലപ്പോൾ ഉറുമ്പുകളെയും ചെറിയ പ്രാണികളെയും ഭക്ഷിക്കാറുണ്ട്. ദിവസവും മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കലാണ് ഇവയുടെ പ്രധാന പരിപാടി. അതുപോലെ ഓരോ ഗൊറില്ല ഗ്രൂപ്പും അവരവരുടെ പ്രദേശത്ത് ജീവിക്കുന്നു. അതിനാൽ തന്നെ നമുക്ക് ട്രാക്കിംഗ് എളുപ്പമാവുന്നു. പ്രായപൂർത്തിയായ ആൺ ഗോറില്ലയ്ക്ക് 220 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാവാം. എന്നാൽ പെൺഗോറില്ലകൾ കൂടിപ്പോയാൽ 90 കിലോ വരെ മാത്രമേ കാണാറുള്ളൂ. ഉഗാണ്ടൻ ടൂറിസത്തിൽ ഗൊറില്ല ട്രെക്കിങ്ങിൻ്റെ പങ്ക് വളരെ വലുതാണ്. കൊറോണ വൈറസിന് സംഹാര താണ്ഡവം ഗൊറില്ല ട്രെക്കിങ്ങിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ട്രെക്കിംഗ് ടിക്കറ്റുകൾക്ക് വേണ്ടി ആഴ്ചകളും മാസങ്ങളും കാത്തിരിക്കേണ്ട അവസ്ഥയിൽ നിന്നും ആരും തന്നെ വരാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. $600 എന്ന വളരെ ഉയർന്ന ഫീസ് ഒറ്റ നോട്ടത്തിൽ കൂടുതൽ ആയി തോന്നാം. എങ്കിലും വെറും 800-ൽ മാത്രം താഴെ വരുന്ന മൗണ്ടൻ ഗോറില്ലകളെ പോർച്ചേഴ്സിൽ നിന്നും തടയാനും വനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പിഗ്മികളുടെ പുനരുദ്ധാരണത്തിനും ആണ് ഈ തുകയുടെ പ്രധാന ഭാഗം നീക്കിവെച്ചിരിക്കുന്നത് എന്ന കാര്യം സന്തോഷകരം തന്നെ. (2018) എൻ്റെ ഗോറില്ല ട്രെക്കിങ്ങിൽ എനിക്ക് കിട്ടിയത് മുക്കിസ എന്നൊരു ഗ്രൂപ്പായിരുന്നു. 13 അംഗങ്ങൾ ആയിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഒരു മണിക്കൂറാണ് ഗോറില്ലകളുടെ കൂടെ ചിലവഴിക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം. വനത്തിനുള്ളിലെ ആ 1 മണിക്കൂർ ശരിക്കും ഒരു അനുഭവം തന്നെ ആയിരുന്നു. തിരിച്ചുള്ള ട്രക്കിംഗ് വളരെ വിഷമകരമായി തോന്നി. കൂടെ ഉണ്ടായിരുന്ന ഉഗാണ്ടക്കാരി പല സ്ഥലങ്ങളിലും വിഷമിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് ഉഗാണ്ട വൈൽഡ് ലൈഫ് അതോറിറ്റിയുടെ ഓഫീസിലെത്തിയ ഞങ്ങൾക്ക് ഗൊറില്ല ട്രെക്കിംഗ് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച പിഗ്മികളെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.